ഈ ക്വസ്റ്റ്യനിൽ ഫോർ ദ സർക്യൂട്ട് depicted in the figure, compute the circuit time constant. Okay. Determine V in the instant just before the switch is closed. അപ്പൊ സ്വിച്ച് നോക്കിയേ t equal to 0 സ്വിച്ച് ക്ലോസ് ആവുക ചെയ്യുന്നത്. അപ്പോൾ t equal to 0 മുന്നേ സ്വിച്ച് ഓപ്പൺ ആയിരുന്നു. അപ്പൊ അവര് ചോദിക്കുന്നത് ജസ്റ്റ് ബിഫോർ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ t equal to 0 മൈനസിലുള്ള V ആ ചോദിക്കുന്നത്. പിന്നെന്താണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ obtain an expression for V of t for t greater than 0, calculate V of 3 millisecond. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ ഉള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ പോർഷൻസും സോൾവ് ചെയ്യാം. ഓക്കെ, സോ t equal to 0 മൈനസിൽ എന്താണ്? സ്വിച്ച് എന്തായിരുന്നു? ഓപ്പൺ ആയിരുന്നു. അപ്പോ 2 മില്ലി ആംപിയർ സ്വിച്ച് ഓപ്പൺ അല്ലേ? ഇവിടെ 10 കിലോ ഓം ഉണ്ട്. ഇത് കൂടെ ഒരു കറണ്ട് പോവും. 0 മൈനസിലായതുകൊണ്ട് എല്ലാം 0 മൈനസ്. ഇവിടെ 10 കിലോ ഓം ഉണ്ട്. കപ്പാസിറ്റർ കുറെ നേരമായിട്ട് ഇങ്ങനെയാ. ഇത് t equal to 0 മൈനസ് ആവുമ്പോൾ t equal to മൈനസ് ഇൻഫിനിറ്റി മുതൽ ഈ സ്റ്റോറി തുടരുകയാണ്. അപ്പൊ t equal to 0 മൈനസ് ആകുമ്പോഴേക്കും കപ്പാസിറ്റർ എന്തായിരിക്കണം? ഓപ്പൺ സർക്യൂട്ട് ആവും. കാരണം സ്റ്റഡി സ്റ്റേറ്റിൽ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടാ. ഇപ്പൊ ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ 10 കിലോ ഓം കൂടെ വല്ല കറണ്ടും പോവോ? ഇല്ല. കാരണം ഇവിടെ വെച്ച് സർക്യൂട്ട് ഓപ്പൺ ആണ് കേട്ടോ. ഇവിടെ ഓപ്പൺ ആണ്. അപ്പൊ ഈ 2 മില്ലി ആംപിയർ എന്ത് ചെയ്യും? 2 മില്ലി ആംപിയർ ഇവിടെ വന്നിട്ട് നേരെ 2 മില്ലി ആംപിയർ താഴത്തോട്ട് ഫ്ലോ ചെയ്യും. ഇത് കൂടെ ഫ്ലോ ചെയ്യും. കാരണം ഇവിടെ എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ട് കൂടെ എന്താവും? നോ കറണ്ട് വിൽ ഫ്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ 2 മില്ലി ആംപിയർ ആണ്. 10 കിലോ ഓം ആണ്. ഇവിടെ ഡ്രോപ്പ് ഇല്ല അല്ലെ? ഇവിടെ 0 ആംപിയർ ആകുമ്പോൾ ഡ്രോപ്പ് ഇല്ല. ഈ വി സി ഓഫ് 0 മൈനസ് പറഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് ആണ്. നമ്മൾ ബേസിക്സ് ആണ്, പക്ഷെ കുട്ടികൾക്കൊക്കെ പലപ്പോഴും ബേസിക്സ് തെറ്റിപ്പോവാറുണ്ട്. വി സി ഓഫ് 0 മൈനസ് ഓപ്പൺ ആണ്. കപ്പാസിറ്റർ ഓപ്പൺ ആണ് സ്റ്റഡി സ്റ്റേറ്റിൽ. t equal to 0 മൈനസ് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ തുടങ്ങിയ ഒരു സംഭവം 0 മൈനസ് വരെ ഉണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സിൽ 0 മൈനസ് ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആണ്. കപ്പാസിറ്റർ ആയതുകൊണ്ട് ഓപ്പൺ, ഇൻഡക്ടർ ആയിരുന്നെങ്കിൽ ഷോർട്ട്. 0 ആംപിയർ ഇത് കൂടെ ഫ്ലോ ചെയ്യും അല്ലെ? അപ്പോൾ ഈ 2 മില്ലി ആംപിയർ ഇങ്ങോട്ട് വന്നിട്ട് താഴത്തോട്ടാ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റെസിസ്റ്ററിന് അക്രോസിലുള്ള ഡ്രോപ്പ് എത്രയാണ്? അത് തന്നെയായിരിക്കും വി സി ഓഫ് 0 മൈനസ്. കാരണം ഇവിടെ 0 വോൾട്ട് ഡ്രോപ്പ് ആണ്. അപ്പൊ വി സി ഓഫ് 0 മൈനസ് തന്നെ ആയിരിക്കും ഇവിടെ. ഈ 10 കിലോമിന് അക്രോസിലുള്ള വോൾട്ടേജ് ആയിരിക്കും വി സി ഓഫ് 0 മൈനസ്. അത് എത്രയാണ്? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. 10 കിലോ ഓം ഇൻറ്റു 2 മില്ലി ആംപിയർ എത്രയാണ്? 20 വോൾട്ട്. അപ്പോൾ വി സി ഓഫ് 0 മൈനസ് ഇസ് ഈക്വൽ ടു 2 മില്ലി ആംപിയർ ഇൻറ്റു 10 കിലോ ഓം ഇസ് ഈക്വൽ ടു 20 വോൾട്ട്. അത് തന്നെയാണ് വി സി ഓഫ് 0 പ്ലസ്. സർക്യൂട്ടിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചാലും വി സി ഓഫ് 0 മൈനസ് ഈക്വൽ ടു വി സി ഓഫ് 0 ഇസ് ഈക്വൽ ടു വി സി ഓഫ് 0 പ്ലസ്. അത് 20 വോൾട്ട് ആണ്. ഈ ഒരു ബിയുടെ ആൻസർ അതാണ്. ടൈം കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കാം. വരട്ടെ. ഇനി t equal to 0 സ്റ്റോറി മാറും. t equal to 0 എന്താ സംഭവിക്കുക? ഇതങ്ങ് ക്ലോസ് ആവും. ഓക്കെ, അപ്പൊ ഹോൾ സർക്യൂട്ട് എന്താവും? ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് t equal to 0 പ്ലസിലുള്ള സർക്യൂട്ട് ഒന്ന് വരച്ചു നോക്കാം. t equal to 0 പ്ലസിൽ സർക്യൂട്ട് എങ്ങനെയാ? അതായത് t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ജനറൽ ആയിട്ട് പറയുന്നതാണ്. t equal to 0 പ്ലസ് അങ്ങനെയല്ല. t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഒരു 2 മില്ലി ആംപിയർ ഉണ്ട് അല്ലേ? നോക്കണം, ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആയി. ഇവിടെ എന്താ ഉള്ളേ? ഒരു 10 കിലോ ഓം ഉണ്ട്. ഇവിടെ ഒരു 10 കിലോ ഓം ഉണ്ട്. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ, അത് ഇനി ഇൻഫിനിറ്റി ആവുമ്പോൾ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആവുമ്പോൾ എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. വി സി ഓഫ് ടി എന്ന് വിചാരിച്ചു. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്ട് സർക്യൂട്ട് ആ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ട് ആ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്? കാരണം ഈ 2 മില്ലി ആംപിയർ ഇങ്ങോട്ട് വന്ന് ഇവിടെ വരെ എത്തി നിൽക്കുക.
2 ആംബിയറിന്റെ മുന്നിൽ 3 പാത്ത് ഉണ്ട്. ഒന്നെങ്കിൽ ഇങ്ങോട്ട് പോവാം, ഒന്നെങ്കിൽ ഇങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവാം. ഈ പാത്തിന് 0 റെസിസ്റ്റൻസ് ആണ്, 0 തടസ്സം. ഇവിടെ 10 കിലോ ഓം ഉണ്ട്, ഇവിടെ 10 കിലോ ഓമും ഈ കപ്പാസിറ്ററിന്റെ ഒരു ഇമ്പിഡൻസ് ഉണ്ടാവും. കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് എന്നല്ല പറയാം, കപ്പാസിറ്ററിന്റെ ആ ഒരു റെസിസ്റ്റൻസ് ടു കറന്റ് ഫ്ലോനെ നമ്മൾ ഇമ്പിഡൻസ് എന്നാ പറയാ, കപ്പാസിറ്റൻസ് എന്നാ പറയാ. അപ്പൊ ഇവിടെ എത്തുന്ന ആ കറണ്ടിന് 3 പാത്ത് ഉണ്ട്. കറണ്ട് എപ്പോഴും എന്ത് ചെയ്യും? കറണ്ട് ഇവിടെ ഒരു 2 മില്ലി ആംപിയർ വരെ വരും. ജസ്റ്റ് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുക. ഇപ്പൊ വി സി ഓഫ് 0 ആ കേസിൽ ഓക്കെ, അവിടെ ഇപ്പൊ ഇവിടെ വി സി ഓഫ് 0 മൈനസ് 20 ആണെങ്കിൽ വി സി ഓഫ് 0 പ്ലസ് 20 ആയിരിക്കും, വി സി ഓഫ് 0 പ്ലസ് 20 ആയിരിക്കും. പക്ഷെ അതൊരു ചെറിയ ഇൻസ്റ്റന്റിൽ മാത്രം. ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 സർക്യൂട്ട് ഇങ്ങനെയാ. ഈ 2 മില്ലി ആംപിയർ ഇവിടെ വന്നിട്ട് എല്ലായ്പ്പോഴും ഇത് കൂടെ ഫ്ലോ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, 2 മില്ലി ആംപിയർ ഇവിടെ വരും, ഇങ്ങോട്ട് പോവും, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് സർക്യൂട്ട് ഇതാ ഇങ്ങനെ. ഈ 2 മില്ലി ആംപിയർ ശരിക്കും ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് കൂടെ മാത്രം ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഒരിക്കലും ഈ 10 കിലോ ഓമിനും ഈ 10 കിലോ ഓമിനും കപ്പാസിറ്ററിനൊന്നും എന്ത് കിട്ടില്ല? ഈ 2 മില്ലി ആംപിയറിന്റെ എഫക്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ വി സി ഓഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ടൈം ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ ഇതൊരു സോഴ്സ് ഫ്രീ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. കാരണം എന്താ? ഷോർട്ട് സർക്യൂട്ട് ഉള്ളതുകൊണ്ട് കറണ്ട് ഫുൾ ഇത് കൂടെ ഫ്ലോ ചെയ്യും. നമ്മുടെ കപ്പാസിറ്ററിന് ഒന്നിനും ഇതിന്റെ ഒരു ഇത് കിട്ടില്ല. അപ്പൊ വി സി ഓഫ് ഇൻഫിനിറ്റി എന്താ? അപ്പൊ വി സി ഓഫ് 0 മൈനസും നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്യൂട്ട് 0 പ്ലസിൽ വരയ്ക്കാം. 0 പ്ലസിൽ വരയ്ക്കുമ്പോൾ ഇവിടെ 20 വോൾട്ട് ആവുന്ന മാത്രമേ ഉള്ളൂ. ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ എന്താ? ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ സെയിം സർക്യൂട്ടാണ്, പക്ഷെ എന്താ പറയാ, സെയിം സർക്യൂട്ടാണ്. കപ്പാസിറ്റർ എന്താവും? ഓപ്പൺ ആവുന്നു മാത്രം. പക്ഷെ എന്ത് നോക്കിക്കേ, കപ്പാസിറ്റർ എന്തൊക്കെ ഓപ്പൺ ആയാലും വി സി ഓഫ് ഇൻഫിനിറ്റി നോക്ക്, 2 മില്ലി ആംപിയർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതവിടെ ഒരു ഷോർട്ട് സർക്യൂട്ടാ അല്ലെ? ഇവിടെ 0 വോൾട്ട് ആണ്, ഇവിടെ 0 വോൾട്ട് ആണ്, ഇവിടെ 0 വോൾട്ട് ആണ്, ഇവിടെ 0 വോൾട്ട് ആണ്, 0 വോൾട്ട് ആണ്, 0 വോൾട്ട് ആണ്. വി സി ഓഫ് ഇൻഫിനിറ്റി 0 വോൾട്ട് ആണ്. ഇനി ടൈം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ടോ എന്താണ്? ആർ ഇക്വാലന്റ് ഇൻറ്റു സി ആണ്. സി എത്രയാണ് ക്വസ്റ്റ്യനിൽ? സി 150 നാനോ ഫാരഡ് ഇൻറ്റു ആർ ഇക്വാലന്റ് ആണ്. 2 മില്ലി ആംപിയർ ഉണ്ട്, ഷോർട്ട് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? 2 മില്ലി ആംപിയർ നമ്മൾ ഓപ്പൺ ചെയ്യും. പക്ഷെ ഷോർട്ട് സർക്യൂട്ടിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കില്ല. അപ്പൊ 10 കിലോ ഓം മാത്രമാണ് എന്ത് വരുന്നേ? നമുക്ക് വരുന്ന ആർ ഇക്വാലന്റ്. കാരണം ആർ ഇക്വാലന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? കറണ്ട് സോഴ്സ് ഓപ്പൺ ആ ചെയ്യുക. കറണ്ട് സോഴ്സ് ഓപ്പൺ ചെയ്തു. പക്ഷെ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉള്ളത് കൊണ്ട് അതിന് പാരലൽ ആയിട്ടുള്ള പിന്നെ കപ്പാസിറ്ററിന്റെ ഇത് ഇങ്ങനെ ആയിരിക്കും വരിക. കപ്പാസിറ്റർ ഉള്ള സ്ഥലം ഓപ്പൺ ആക്കുക. ടൈം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുമ്പോൾ കപ്പാസിറ്റർ വാല്യൂ നമുക്കറിയാം 150 നാനോ ഫാരഡ് ആണെന്ന്. അപ്പൊ കപ്പാസിറ്ററിന്റെ ഭാഗം ഓപ്പൺ ആക്കുക. എന്നിട്ട് ഇവിടെ 10 കിലോ ഓം ഉണ്ട്. ഈ 10 കിലോ ഓമിന്റെ എഫക്റ്റ് ഇല്ല. കറണ്ട് സോഴ്സ് ഓപ്പൺ ആക്കുക. അപ്പൊ ടോ എന്ന് പറയുന്നത് 150 ഇൻറ്റു 10⁻⁻9 ഇൻറ്റു ഇവിടുത്തെ ആർ ഇക്വാലന്റ് എത്രയാണ്? 10 കിലോ ഓമാ. 10 ഇൻറ്റു 10⁻3 10⁻4 150 ഇൻറ്റു 10⁻⁻5 അത് എത്ര വരും? 1.5 ഇൻറ്റു 1.5 ഇൻറ്റു 10⁻2 ഇൻറ്റു 10⁻2 ഓക്കെ 1.5 മില്ലി സെക്കൻഡ് കിട്ടും ടൈം കോൺസ്റ്റന്റ്. ടൈം കോൺസ്റ്റന്റ് പിടിച്ചു. ടൈം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? ടൈം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 സർക്യൂട്ട് വരയ്ക്കുക. ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 സർക്യൂട്ട് വരയ്ക്കുക. ടി ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആവുന്ന മാത്രമേ ഉള്ളൂ. പി സി ഓഫ് ഇൻഫിനിറ്റി കിട്ടി. പി സി ഓഫ് 0 മൈനസും 0 പ്ലസും മുന്നത്തെ സർക്യൂട്ടിൽ നിന്ന് കിട്ടിയിരുന്നു. ഇതിന്റെ ടൈം കോൺസ്റ്റന്റ് പിടിക്കാൻ എന്താ ചെയ്യുക? കറണ്ട് സോഴ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തു. കറണ്ട് സോഴ്സ് ഓപ്പൺ ചെയ്തു. ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, അതിന് പാരലൽ ആയിട്ട് റെസിസ്റ്റർ ഉണ്ട്. ഷോർട്ട് സർക്യൂട്ടിന് പാരലൽ ആയിട്ട് റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. പിന്നെ ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ കപ്പാസിറ്ററിന്റെ അവിടെ നിന്ന് നോക്കുന്നത് കൊണ്ട് കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ആ കപ്പാസിറ്ററിന്റെ അവിടെ നിന്നാണ് നോക്കുന്നത്. അങ്ങനെ വിചാരിച്ചാൽ മതി. കപ്പാസിറ്റർ 150 നാനോ ഫാരഡ് നമ്മൾ എടുക്കും. ഈ ആർ ഇക്വാലന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ വരും. ഒരു 10 കിലോ ഓം വരും. ഇതൊന്നും എടുക്കണ്ട. ഇങ്ങനെ ഒരു 10 കിലോ ഓം വന്നു കഴിഞ്ഞാൽ 10 കിലോ ഓം ആയിരിക്കും ആറ്. അപ്പൊ നമുക്ക് 1.5 മില്ലി സെക്കൻഡ് കിട്ടി. അപ്പൊ വി സി ഓഫ് ടി എന്താണ്?
VC of t is equal to VC of infinity 0 plus VC of 0 minus VC of infinity e raised to minus t by tau 1.5 millisecond. കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് അവർ ചോദിച്ചിരിക്കുന്ന ടൈം കോൺസ്റ്റന്റ് ആണ്. നമ്മൾ കണ്ടുപിടിച്ചു 1.5 millisecond. ഡിറ്റർമൈൻ V in the instant just before the switch is closed എന്ന് പറഞ്ഞാൽ VC of 0 minus ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു 20 volt. ഒബ്റ്റെയിൻ an expression for V of t എന്ന് ചോദിച്ചാൽ അതും നമ്മൾ കണ്ടുപിടിച്ചു. കാൽക്കുലേറ്റ് V of t. ഇവിടെ V of t എന്ന് പറയുന്നത് കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജിനെയാണ് അവർ V എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ VC എന്ന് എടുത്തു എന്ന് മാത്രം. അപ്പൊ VC of t ആയാലും V of t ആയാലും സെയിം ആണ്. അത് എത്രയാ? T is equal to 3 millisecond എത്രയായിരിക്കും? 20 e raised to minus 3 millisecond by 1.5 millisecond. മില്ലിസെക്കൻഡ് വെട്ടും. ഇത് രണ്ടും 2 ആം. 20 e raised to minus 2. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂ കിട്ടുന്നത് 2.706 വോൾട്ട് ആയിരിക്കും. സോ നമ്മുടെ ആൻസർ VC of t അല്ലെങ്കിൽ V of t t is equal to 3 millisecond എന്ന് പറയുന്നത് 2.706 വോൾട്ട് ആണ്. ഓക്കെ.